ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തന്റെ സംസാരം കേൾക്കാൻ വേണ്ടിയല്ലേ ഞാൻ തന്റെ കൂടെ ഇരിക്കുന്നത്. സാറിന്റെ ഐഡിയ മനസ്സിലായില്ലേ മാഡം? മാഡത്തിനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കണം. എങ്കിൽ പിന്നെ മാഡം കൊണ്ട് സംസാരിക്കുന്നേ. ഞാനെന്താ സംസാരിക്കാനാ? താൻ എന്ത് വേണേലും സംസാരിച്ചോ, ഞാനത് കേട്ടോളാം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. സാറിനോട് എന്ത് വേണേലും സംസാരിച്ചോളാൻ പറഞ്ഞില്ലേ മാഡം? എങ്കിൽ പിന്നെ 5-10 വർഷത്തെ കളരിക്കലെ കമ്പനിയുടെ കണക്കുകളായിരിക്കും സാറ് പറയുന്നത്. താനൊന്ന് പോടോ. എനിക്കെന്റെ ഭാര്യയോട് സംസാരിക്കാൻ അറിയത്തില്ലേ? അയ്യോ, അത് ഞാൻ മറന്നുപോയി സാറേ. എന്ത്? ഇപ്പൊ ആ വിഷയങ്ങളൊക്കെ സാറിനോട് സംസാരിക്കാനേ പാടില്ല കേട്ടോ മാഡം. ഈ കണക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അത് കുറച്ചു നാള് മുമ്പാ. മാഡം സാറിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ്. ഇപ്പൊ പിന്നെ സാറ് വാ തുറന്നാ പിന്നെ പ്രണയത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഭയങ്കര ചേഞ്ചാന്നേ. സാറേ, വണ്ടി പ്രൈവറ്റാ, പക്ഷെ വണ്ടിക്കകത്ത് വേറെ ഒരാളും കൂടി ഉണ്ടേ കേട്ടോ. അതെ, പൂജയ്ക്ക് ദോഷം വരുന്നതൊന്നും നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടാ ഞാൻ കൂടെ വന്നിരിക്കുന്നെ. ചിരിക്ക് ചിരിക്ക്. ഈ പൂജ അവസാനിക്കും വരെയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്കറിയാം എങ്ങനെ പെരുമാറണ്ടേന്ന്. മാഡം ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത്. സാറിനിപ്പോ കൈവിട്ടുപോയ ഒരു ലക്ഷണം ഉണ്ടോന്നൊരു സംശയം. മാണിക്കുഞ്ഞെ, താൻ മിക്കവാറും എന്റെ കൂടെയുള്ള ജോലിയിൽ നിന്ന് തെറിക്കാൻ സാധ്യതയുണ്ട്. ഓ, അതൊന്നും നടക്കാൻ പോകുന്നില്ല സാറേ. സാറിന്റെ മനസ്സും മനസ്സിലെ ചിന്തകളും ഒക്കെ താങ്ങി പിടിച്ചോണ്ട് നടക്കാൻ എനിക്കല്ലാതെ മറ്റാർക്കാ സാധിക്കുന്നത്? അതുകൊണ്ട് സാറിനെ പുറത്താക്കത്തൊന്നുമില്ല. സാറ് വേറെ എന്തെങ്കിലും പറ. കളിയാക്കൽ കുറച്ച് കൂടുന്നുണ്ട്. സോറി സാർ, സോറി. തന്നോടല്ലടോ. ആഹാ, മാഡം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ സാറേ, ചില കാര്യങ്ങൾ കാണുമ്പോ നമ്മളറിയാതെ പറഞ്ഞു. എടോ, താൻ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കേ.